ലീനയും എൽസമ്മയും നേർക്കുനേർ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ ഇനി കാണാനായിട്ട് പോകുന്നത് വലിയ ഒരു യുദ്ധം തന്നെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് അലീനയും എൽസമ്മയും മുഖാമുഖം വരാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റീത്തയുടെ അടുത്തേക്ക് എൽസമ്മ കൂടി കൺവെൻഷൻ കഴിഞ്ഞ് വന്നെത്തുകയാണ്. ഇതേ സമയം റീത്തയാണെങ്കിൽ എൽസമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എൽസമ്മ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന ഒരാൾ, അതായത് റീത്ത വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ എൽസമ്മ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ റീത്തയ്ക്ക് വളരെ എളുപ്പമാകുന്നുണ്ട്. അതായത് നിൻ്റെ സ്വത്തുക്കളൊക്കെ പോകും എൽസമ്മേ, നീ എന്തായാലും തീർച്ചയായും ചെന്ന് നിൻ്റെ ഭർത്താവിനോട് ചോദിക്കണമെന്നും, കൂടാതെ നുഴഞ്ഞുകയറ്റക്കാരിയായ ഈന എന്ന അവൻ്റെ മകളെ പുറത്താക്കണമെന്നും ആര് പറയുന്നു? നമ്മുടെ റീത്ത എൽസയോട്, അതായത് എൽസമ്മയോട് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. എൻ്റെ ചേച്ചി, ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കാനൊന്നും പോകുന്നൊന്നുമില്ല, ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് നീ പറയിപ്പിക്കണം, എങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിനക്ക് നിൻ്റെ മക്കൾക്കും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ അങ്ങനെ കരക്കാരുമെന്ന് അനുഭവിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ ആര്, നമ്മുടെ എൽസമ്മയാണെങ്കിൽ റീത്തയുടെ ആവശ്യപ്രകാരം സ്റ്റാലിനോട് വിളിച്ച് സംസാരിക്കുകയാണ്. അതായത് സ്റ്റാലി, നിങ്ങൾ മര്യാദയ്ക്ക് അലീന എന്ന പെൺകുട്ടിയെ പുറത്താക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആര്, നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ, നീയല്ല ആര് തന്നെ പറഞ്ഞാലും അത് സംഭവം ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ എൽസമ്മ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ, ആരുമില്ലാത്ത എനിക്ക് എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. നിനക്കെന്നെ വേണ്ട, കൂടാതെ തന്നെയാണെങ്കിൽ നിൻ്റെ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് എന്നെ വേണ്ട, അപ്പോൾ എനിക്കായിട്ട് ജീവിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് സ്റ്റാലി ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട്, അപ്പം ഞങ്ങളെ സ്റ്റാലിയല്ലേ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനോ? നീയല്ലേ റീത്തയുടെ വാക്ക് കേട്ട് എന്നെ ഇട്ടിട്ട് പോയത് എന്ന് ചോദിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ ഇതെല്ലാം സ്പീക്കറിലിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സത്യം സ്റ്റാലി പറയുമെന്ന് ഉറപ്പാകുമ്പോൾ റീത്തയാണെങ്കിൽ ചാടി ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ ചതികൾ ഞാൻ കണ്ടുപിടിച്ച് ഇവളെ അറിയിച്ചപ്പോൾ ആ തെറ്റൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള സ്റ്റാലി, കൊള്ളാട്ടോ നിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ സ്റ്റാലിന് നേരെ കയർക്കുകയാണ് എന്ന് കാണാം. അതേ റീത്താമ്മേ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനൊന്നുമില്ല, നിങ്ങളോടൊന്നും പറയാനുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ അധികം തലയിടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഉത്തമമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? റീത്തയാണെങ്കിൽ ഞാൻ എൽസമ്മയെ അവിടേക്ക് വിടാനായിട്ട് പോവുകയാണെന്നും, എൽസമ്മയും നിൻ്റെ ആ മകളും തമ്മിൽ പോരാട്ടം ഇനി ഉണ്ടാകുമെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൽസമ്മ ഇവിടെ വന്നിട്ടും യാതൊരു പ്രയോജനമൊന്നുമില്ല, ഒന്നും സംഭവിക്കാനോ
ഒന്നും മാറാനോ പോകുന്നൊന്നുമില്ല. വരണമെങ്കിൽ വന്നോട്ടെ, എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം എൽസമ്മ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വന്ന നേരെ തന്നെ അലീനയുമായിട്ട് യുദ്ധത്തിനാണ് പോകുന്നത് എന്ന് കാണാം. സ്റ്റാൻലി തടഞ്ഞിട്ടും എൽസമ്മ യുദ്ധം തന്നെ തുടരാനായിട്ട് ആലോചിക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയം അലീനയും എൽസമ്മയും നേർക്ക് നേർ നിൽക്കുന്ന ഒരു ചിത്രം നമുക്കിനി കാണാനായിട്ട് കഴിയും, സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും വല്യപ്പച്ചൻ അതിൻ്റെ ഇടയിൽ കയറും, അലീന അതിൻ്റെ ഇടയിൽ കയറും, സ്റ്റാൻലി വരും എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക.